മാറി എന്ന് എല്ലാവർക്കും അറിയാം. VD സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. അങ്ങോട്ട് കിടന്ന് ഓടിയത് മെച്ചം. അതാണ് ഓ, ഈ സംസാരിക്കുന്നത് കേരളം കണ്ട ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു, പുതിയ ആളുകളോടാണ്. കരുണാകരൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ മകൾ പത്മജ വേണുഗോപാൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സുകാരുടെ തഴയൽ സഹിക്കാൻ വയ്യാതെ തഴഞ്ഞ് അവഗണിച്ച് അവസാനം BJPയിലേക്കാണ് പോയത് കേട്ടോ. അല്ലെങ്കിൽ ഒട്ടുമിക്ക BJPക്കാരുടെയും അവസാന ആശ്രയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ അവസാന ആശയം എന്ന് പറയുന്നത് BJP ആവാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ, നമുക്ക് മറ്റു കാര്യം പറയാം. ഇവിടെ പറയുന്നത് VD സതീശൻ വെറും ഒരു കറിവേപ്പിലയാവുന്ന പറയുന്നത്. കറിവേപ്പില കറിയിലേക്ക് ഇടുന്ന വേപ്പിലയാണ്. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ അത് ആവശ്യമാണ്. കറിക്ക് നല്ല മണവും ഒക്കെ ഉണ്ടാക്കാൻ, ഒരു ടേസ്റ്റ് ഒക്കെ വരുത്താനും ഒരു സുഗന്ധമൊക്കെ വരുത്താനൊക്കെ കറിവേപ്പില വളരെ ആവശ്യമാണ്. പക്ഷെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയുടെ ആവശ്യമില്ല. അത് നമ്മളെടുത്തിന് തൂരക്കളയും, പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല. അതിനെപ്പറ്റി പിന്നെ മിണ്ടുകയേയില്ല. ആ ടേസ്റ്റ് ഒക്കെ അനുഭവിക്കും. അതേപോലെ വെറും കറിവേപ്പിലാവുമെന്നാണ് പത്മജ വേണുഗോപാൽ നമ്മുടെ VD സതീശനെ പറയുന്നത്. ഒന്ന് കേട്ടോക്കി. ഓടിയവന് ഒരു വിലയില്ല. അവന് കറിവേപ്പില മാതിരി എടുത്തു കളയും. അല്ലാത്തവര് അവിടെ നിന്ന് വന്നിറങ്ങും. അത് നിങ്ങക്ക് ഊഹിക്കാം ആരാന്നുള്ളത്. അവിടെ നിന്ന് വന്നിറങ്ങും എന്ന് വെച്ചു കഴിഞ്ഞാല് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഹൈക്കമാൻഡിൽ നിന്ന് ചില ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും ഇറങ്ങുക? ഒരു സംശയം വേണ്ട, KC വേണുഗോപാൽ. കാരണം ഇപ്പോ ആ വീടിന്റെ അടുക്കളപ്പുറത്തേക്ക് അടക്കം പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. ആരുടെ? രാഹുൽ ഗാന്ധിയുടെ വീടിന്റെ അടുക്കളപ്പുറത്തേക്ക് അടക്കം ഒരു അനുവാദം ചോദിക്കാതെ കയറി ചെല്ലാൻ അംഗീകാരമുള്ള, അനുവാദമുള്ള ഒരൊറ്റ മനുഷ്യനെ ഇന്ന് കേരളത്തിൽ നിന്ന് ഉള്ളൂ. അത് KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാലാണ് 100% ഇവിടെ മുഖ്യമന്ത്രിയായി മാറുകയെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതിനു വേണ്ടി ഇത്ര അധികം കഷ്ടപ്പെട്ട ഇവരൊക്കെ എന്തു ചെയ്യുമെന്നുള്ളതാണ് ഒരു വലിയ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്, അല്ലയോ? ഇനി ഇതൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇത് ആരാകുമെന്ന് പറയുന്ന കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് കുഴൽനാടൻ തെറി വിളിക്കുന്നുണ്ട്, ഞാൻ പറ്റി പറഞ്ഞായിരുന്നു. നമുക്ക് വേറെ കുറച്ച് ആളുകൾ കൂടി നമുക്കൊന്ന് കേൾക്കണം. ശരിക്കും വളരെ സന്തോഷകരമായിട്ടുള്ളത്. നമ്മൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത്, അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങോട്ട് വരിക. ഹൈക്കമാൻഡ് തീരുമാനം എന്നാ പറയുന്നത്. ആ ഹൈക്കമാൻഡ് തീരുമാനത്തെ കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കേണ്ടത്. ഒരു സ്ഥാനത്തെത്താൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പണിയെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പുതുതലമുറ വോട്ടർ. ഇപ്പൊ 18 വയസ്സുള്ള ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ കാഴ്ചയാണ്. ഇങ്ങനെ ഒരു കാഴ്ച അവർക്ക് അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വന്ന ആളുകൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയും ചില പരിപാടികൾ ഉണ്ട് എന്നുള്ളത് ആദ്യമായി കണ്ടറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കൗതുകം. എനിക്ക് തോന്നുന്നത് MLA-മാരുടെ ഈ ഹൈക്കമാൻഡ്, ഇതിനകത്ത് ഹൈക്കമാൻഡിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, പുതിയ വോട്ടർമാർക്ക് ഒരുപക്ഷെ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുക. വോട്ടൊക്കെ ചെയ്ത് വോട്ടൊക്കെ പെട്ടിയിലായി, ഇവർക്ക് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഇവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകത്തെക്കുറിച്ച് ഒരു വളരെ പരിഹാസ്യമായ രീതിയിലായിരിക്കും ഇപ്പോൾ പുതിയ വോട്ടർക്കാരൊക്കെ നോക്കുന്നുണ്ടായിരിക്കുക. ഇനി ഹൈക്കമാൻഡ് ഒരു പ്രശ്നം, കാരണം ഈ ഹൈക്കമാൻഡ് കൾച്ചറിന്റെ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ജനവികാരം എന്തു തന്നെ ആയാലും അതിനെ മാനിച്ചുകൊണ്ടായിരിക്കില്ല ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നത് സമീപകാല നമ്മുടെ ഈ കഴിഞ്ഞ കുറെ കാലം എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു 30 വർഷത്തെ ചരിത്രം എടുത്താൽ തന്നെ ഹൈക്കമാൻഡ് പലപ്പോഴും ഈ ഒരു 10-25 വർഷത്തെ നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്താൽ ഹൈക്കമാൻഡ് ജനവികാരത്തെ മാനിച്ചുകൊണ്ടല്ല തീരുമാനങ്ങൾ പലപ്പോഴും കൈക്കൊള്ളുന്നത് എന്നുള്ള പ്രശ്നമാണ്. കണ്ടില്ലേ? ഇതാണ് അതിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വർത്തമാനം. ഹൈക്കമാൻഡ് ഒരു കാരണവശാലും ആളുകളുടെ ഒരു ജനവികാരം അനുസരിച്ചിട്ടൊന്നും തീരുമാനമെടുക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ ജനവികാരം മാനിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ
അത് VD സതീശന് അനുകൂലമാവില്ല, അത് KC വേണുഗോപാലിനായിരിക്കും അനുകൂലമായിരിക്കുക. ഇനി ഞാനടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത്, ഇവർ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ഒരു വിജയത്തിന്റെ എന്താ പറയുക, ഒരു ശോഭ കിട്ടുപോകരുത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിലെ ഏറ്റവും നിർണായക മണിക്കൂറുകളാണ് ഇന്ന് കടന്നുപോയത്. MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ തീരുമാനത്തിലേക്ക് അധികം വൈകാതെ ഹൈക്കമാൻഡ് എത്തിച്ചേരും. കോൺഗ്രസിലെ വ്യവസ്ഥാപിത രീതിയായ MLA-മാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് എത്തുന്നതെങ്കിൽ KC വേണുഗോപാലിനാകും കേരളം അടുത്ത 5 വർഷത്തേക്കുള്ള നറുക്കു വീഴുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇന്ന് നമ്മൾ സംസ്ഥാനത്തുടനീളം കണ്ടതും. തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഗ്രൗണ്ടിൽ ഈ കാണിക്കുന്ന ഈ എന്താ പറയാ സമരങ്ങളും മറ്റൊക്കെ കണ്ട വിചാരിക്കും ഇതെന്തോ പിണറായി വിജയനെതിരെയും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയൊക്കെ നടക്കുന്ന സമരമാണ്. അത്രയും ഗംഭീര സമരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ പരസ്പരം ഗ്രൂപ്പ് തല്ലാന്നേ. VD സതീശനാണെന്നും അദ്ദേഹത്തെ കണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നുമാണ് അവരുടെ വാദം. അതോടൊപ്പം KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഇന്ദിരാഭവന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് ഉയരുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. MLA-മാരുടെ അഭിപ്രായത്തോടൊപ്പം പ്രവർത്തകരുടെ വികാരത്തെയും മാനിക്കാൻ നേതൃത്വം നിർബന്ധിതമാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും ജനങ്ങളെ വോട്ട് ചെയ്ത് ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇവന്മാർ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് ഇപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം സാധാരണ ചില ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ വർത്തമാനങ്ങൾ ഉണ്ടായിരിക്കും. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് കേട്ടോക്കണേ. ഭരണം മാറിയത് എന്തുകൊണ്ട് പറഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് UDF പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണമാറ്റം വേണം. ഇതുവരെ 10 കൊല്ലം അവര് ഭരിച്ചില്ലേ, ഇപ്പൊ ഒരു മാറ്റം വേണ്ടേ. ഇനി ഇവര് വന്നാ പെൻഷനും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. അത് അതായത് UDF ഗവൺമെന്റ് എന്താണ് ഈ ഭരണ ഏറ്റവും പെൻഷൻ കൊടുക്കില്ല. 600 രൂപ പെൻഷൻ 18 മാസം പെൻഡിങ് ആക്കിയവരാണ് UDF സർക്കാർ. ഇപ്പൊ ഈ ഇന്ദിരാഗാന്ധി 25 ലക്ഷം റുപ്യ ഇൻഷുറൻസ് പറയില്ല, 10 വീട്ടിൽ തയ്ച്ചു കൊടുക്കാൻ പറ്റില്ല ഇവരെ കൊണ്ട്. അതേമാതിരി KSRTCയില് പെണ്ണുങ്ങൾക്ക് ഫ്രീ സൗജന്യ യാത്ര പറഞ്ഞില്ലേ, ഏതുവരെ ഇവര് കിലോമീറ്റർ പറഞ്ഞിട്ടില്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനാണ്, ഓട്ടോ ഡ്രൈവർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം നോക്കി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വ്യക്തമാണ്. ഇതൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നാണം കടേണ്ടി വരില്ലായിരുന്നു. നോക്കൂ, റിസൾട്ട് വന്നിട്ട് എത്ര ദിവസമായി? 3-4 ദിവസമായി. നമ്മുടെ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഇല്ല, നമ്മുടെ കേരളത്തിലൊരു ഭരണമില്ലെന്ന് മനസ്സിലാക്കൂ. ഒരു ഭരണം നടക്കുന്നില്ല. എന്ന് വരികയാണാവോ? ഇനിയൊരു പാട്ടൊക്കെ എന്ന് തീരും എന്റെ കഷ്ടം ഇന്ന് മണ്ണിലേ, അന്ന് തീരും എന്റെ ദുഃഖം ഇന്ന് മണ്ണിലേ എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ പാടി നടക്കണ്ടേ.